ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 69ാമത്തെ ദശകം നോക്കാം. രാസക്രീഡ. ഒന്നാമത്തെ ശ്ലോകം. കേശപാശധൃതപിഞ്ചികാവിതതി സഞ്ജലന്മകരകുണ്ഡലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃതകാഞ്ചികാഞ്ചിതം ഉദഞ്ചദംശു മണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. പദം മുറിച്ച് പറയാം. കേശപാശ ധൃത പിഞ്ചിക വിദതി സഞ്ചലൻ മകരകുണ്ഡലം ഹാരജാല വനമാലിക ലളിതം അംഗരാഗ ഘന സൗരഭം പീതചേലധൃത കാഞ്ചിക അഞ്ചിതം ഉദഞ്ചത് അംശുമണി നൂപുരം. പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദഞ്ചദംശു മണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. കേശപാശ ധൃത, കേശപാശം ആ മുടിക്കെട്ട്, ധൃത അതിൽ ധരിച്ച, പിഞ്ചിക മയിൽപ്പീലി, വിദതി നിരത്തി വെച്ച്, അപ്പോൾ മുടി ഉയർത്തി കെട്ടിവെച്ച് അതിൽ മയിൽപ്പീലി നിരത്തി വെച്ച്, സഞ്ചലൻ മകരകുണ്ഡലം അതുപോലെ തന്നെ സഞ്ചലൻ ഇളകിക്കൊണ്ടിരിക്കുന്ന മകരകുണ്ഡലം, അതുപോലെ ഹാരജാല വനമാലിക ലളിതം, ഹാരജാല എന്ന് പറയുമ്പോൾ മുത്തുമാലകൾ, അതുപോലെ വനമാല അതെല്ലാം അണിഞ്ഞ് ലളിതം അത്യന്ത സുന്ദരനായിട്ട്, അതുപോലെ തന്നെ അംഗരാഗ ഘന സൗരഭം, അംഗരാഗം കുറിക്കൂട്ട്, ഘന എന്ന് പറയുമ്പോൾ കൊഴുത്ത കുറിക്കൂട്ടിൻ്റെ സൗരഭം, ഒരു സൗരഭ്യം, സുഗന്ധം, അങ്ങനെ സുഗന്ധം പരത്തിക്കൊണ്ട്, പീതചേല ധൃത, പീതചേലം പട്ട് മഞ്ഞപ്പട്ട്, ധൃത മഞ്ഞപ്പട്ട് ധരിച്ച്, കാഞ്ചിക അഞ്ചിതം, അതിൽ കാഞ്ചിക എന്ന് പറയുമ്പോൾ അരഞ്ഞാണം, അഞ്ചിതം എന്ന് പറഞ്ഞാൽ ചേർത്ത് വെച്ച് എന്ന് പറയുമ്പോൾ ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിലായിട്ട് അരഞ്ഞാണം ചാർത്തിയിട്ട്, അങ്ങനെ ഉദഞ്ചത് അംശുമണി നൂപുരം, ഉദഞ്ചത് എന്ന് പറയുമ്പോൾ ഉദിച്ചുയരുന്ന, അംശു എന്ന് പറയുമ്പോൾ കിരണങ്ങൾ, ഉദിച്ചുയരുന്ന കിരണങ്ങൾ. അപ്പോൾ ഉദിച്ചുയരുന്ന കിരണങ്ങളോടുകൂടിയ, അതായത് അതിമനോഹരമായ മിന്നിത്തിളങ്ങുന്ന മണിച്ചിലങ്കകൾ അങ്ങനെ ധരിച്ചുകൊണ്ട്, രാസകേളി പരിഭൂഷിതം, രാസക്രീഡയ്ക്ക് വേണ്ടിയിട്ട് സർവാലങ്കാര വിഭൂഷിതനായിട്ട് മിന്നിത്തിളങ്ങുന്ന ഈശ ഗുരുവായൂരപ്പ തവ രൂപം കലയാമഹേ, അങ്ങയുടെ പ്രസിദ്ധമായ രൂപത്തെ കലയാമഹേ, ഞാൻ ധ്യാനിക്കുന്നു. ഗുരുവായൂരപ്പ തവ രൂപം കലയാമഹേ, അങ്ങയുടെ രൂപം ഞാൻ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള രൂപമാണ്? ഗോപികമാരെ സന്തോഷിപ്പിക്കാനായിട്ട് രാസക്രീഡയുടെ സമയത്ത് നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി തന്നെയാണ് കൃഷ്ണൻ വന്നത്. അലങ്കാരങ്ങൾക്കൊന്നും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കേശപാശധൃത പിഞ്ചിക വിദതി, മുടി ഉയർത്തി കെട്ടിവെച്ച് അതിൽ മയിൽപ്പീലി നിരത്തി വെച്ച്, കാതിലിളകിക്കൊണ്ടിരിക്കുന്ന മകരകുണ്ഡലങ്ങളും അതുപോലെ കഴുത്തിലെ
നിരന്നു കിടക്കുന്ന മുത്തുമാലകളും കാൽമുട്ടുവരെ നീണ്ടുകിടക്കുന്ന വനമാലയും അണിഞ്ഞ് അത്യന്ത സുന്ദരനായിട്ട് കൊഴുത്ത കുറിക്കൂട്ടിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് മഞ്ഞപ്പട്ട് ധരിച്ച് അതിനു മീതെ മുറുക്കിക്കെട്ടിയ അരഞ്ഞാണം, ഉദിച്ചുയരുന്ന കിരണങ്ങളോടുകൂടിയ മണിച്ചിലങ്കകൾ, അങ്ങനെ സർവാലങ്കാര ഭൂഷിതനായിട്ട് മിന്നിത്തിളങ്ങുന്ന ഭഗവാനെ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം. താവദേവ കൃതമണ്ഡനേ കലിത കഞ്ജുളീക കുചമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതിമണ്ഡലേധ പരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനു രാസകേളിമയി കഞ്ചനാഭ സമുപാദധാം. പദം മുറിച്ച് പറയാം. താവത് ഏവ താവദേവ കൃതമണ്ഡനെ കലിത കഞ്ജുളീക കുജ മണ്ഡലേ ഗണ്ഡലോല മണികുണ്ഡലേ യുവതിമണ്ഡലേ അഥ പരിമണ്ഡലേ അന്തര സകല സുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനു രാസകേളിമയി കഞ്ചനാഭ സമുപാദധാഃ. താവത് ഏവ അപ്പോഴേക്കും, അഥ ഉടനെ, യുവതി മണ്ഡലെ ഗോപി തരുണിമാരെല്ലാം ഗോപികമാരെല്ലാം കൃതമണ്ഡനെ ആഭരണങ്ങളെല്ലാം ശരിക്ക് അണിഞ്ഞിട്ട്, കലിത കഞ്ജുളീക സ്തനത്തിൽ മുലക്കച്ച ചാർത്തിയിട്ട്, കുജമണ്ഡലെ കുജമണ്ഡലത്തിൽ കഞ്ജുളീകം ചാർത്തിയിട്ട്, ഗണ്ഡലോല മണികുണ്ഡലെ കവിൾത്തടങ്ങളിൽ, ഗണ്ഡ എന്ന് വെച്ചാൽ കവിൾത്തടം, ലോല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന, മണികുണ്ഡലെ മണികുണ്ഡലങ്ങൾ, അപ്പോൾ കവിൾത്തടങ്ങളിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന രത്നമയമായ കർണാഭരണങ്ങളോട് കൂടിയവരായിട്ട്, അതുപോലെ തന്നെ പരിമണ്ഡലെ വൃത്താകൃതിയിൽ അങ്ങനെ നിലകൊണ്ടപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഗോപികമാർ വൃത്താകൃതിയിൽ നിലകൊണ്ടപ്പോൾ, അയി കഞ്ചനാഭ അല്ലയോ പത്മനാഭ ലക്ഷ്മീപദേ തദനു അതിനനുസരിച്ച്, അവരങ്ങനെ വൃത്താകൃതിയിൽ അങ്ങനെ നിന്നപ്പോൾ അവരുടെ ആ നിൽപ്പിന് അനുസരിച്ച്, സകല സുന്ദരീയുഗളം അന്തരാസഞ്ചരൻ ഈ രണ്ട് സുന്ദരിമാരുടെയും മധ്യേ ആയിട്ട്, അങ്ങനെ സകല സുന്ദരിമാരുടെയും ഇടയിലൂടെ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഗോപികമാരുടെ ഇടയിലൂടെ അങ്ങനെ എല്ലാ ഗോപസുന്ദരിമാരുടെയും ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മഞ്ജുളാം അതിമനോഹരമായ രാസകേളിം രാസക്രീഡയെ സമുപാദധാഃ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചു. ഗുരുവായൂരപ്പ സർവാലങ്കാര വിഭൂഷിതനായിട്ട് അവിടുന്ന് എത്തിയപ്പോൾ തന്നെ ഗോപികമാരെല്ലാവരും ആഭരണങ്ങളെല്ലാം ശരിക്കണിഞ്ഞിട്ട്, സ്തനത്തിൽ മുലക്കച്ച ചാർത്തിയിട്ട്, കവിൾത്തടങ്ങളിൽ കിടന്ന് ആടുന്ന രത്നമയമായ കർണാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വൃത്താകൃതിയിൽ അവരങ്ങനെ നിലകൊണ്ടപ്പോൾ, മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ ഗോപികമാരുടെ ആ നിൽപ്പിനനുസരിച്ച് ഈ രണ്ട് പേരുടെ ഇടയിലൂടെ വൃത്തത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും ദ്രുതഗതിയിൽ സഞ്ചരിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു രാസക്രീഡയെ ഭഗവാൻ ഭംഗിയായിട്ട് അനുഷ്ഠിച്ചു. ഇനി മൂന്നാമത്തെ ശ്ലോകം. വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരദോപി ഖലു നാരദാഗദിതമാഗലയ്യ കുതുകാകുലാം
വേഷഭൂഷണ വിലാസപേശല വിലാസിനീ ശതസമാവൃതാം നാഗദോ യുഗപദാഗതാവിയതി വേഗദോത സുരമണ്ഡലീ. പദം മുറിച്ച് പറയാം. വാസുദേവ തവ ഭാസമാനം ഇഹ രാസകേളി രസ സൗരഭം ദൂരതഃ അഭി ഖലു നാരദ ആഗതിദം ആകലയ്യ കുതുക ആകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശത സമാവൃത നാഗദഃ യുഗപദ് യുഗപദാഗത വിയതി വേഗദഃ അഥ വേഗദോധ സുരമണ്ഡലി. വാസുദേവ ഗുരുവായൂരപ്പ തവ അങ്ങയുടെ ഇഹ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ യമുനാ തീരത്തിൽ ഭാസമാനം എന്ന് പറയുമ്പോൾ ആ ഭംഗിയിൽ നടക്കുന്ന ശോഭിച്ചു കൊണ്ടിരിക്കുന്ന രാസകേളി രസ സൗരഭം രാസക്രീഡയിലെ ശൃംഗാരം മുതലായ രസങ്ങളുടെ സൗരഭം അസാധാരണമായ ആ ഭംഗി ദൂരതഃ അഭി ഖലു ദൂരെ നിന്നുപോലും നാരദ ആഗതിതം ആകലയ്യ നാരദ മഹർഷി പറയുന്നത് കേട്ടിട്ട് കുതുക ആകുല എന്തെന്നില്ലാത്ത കൗതുകത്തോട് കൂടിയിട്ട് കൗതുകം കൊണ്ട് ആകുലരായ സുരമണ്ഡലി അദേവ സമൂഹം വേഷഭൂഷണ വിലാസ പേശല വേഷം കെട്ടൽ ആഭരണങ്ങൾ അണിയൽ ശൃംഗാര ചേഷ്ടകൾ കാണിക്കൽ എന്നിങ്ങനെ ഇവയൊക്കെ ചെയ്യുന്നതിൽ വിലാസിനി സമർത്ഥകളായ വിദഗ്ധകളായ ശതസമാവൃത അനേകം സുന്ദരിമാരോട് അങ്ങനെ ഇടകലർന്നിട്ട് അനേകം സുന്ദരിമാരോട് കൂടിയിട്ട് നാഗദഃ സ്വർഗത്തിൽ നിന്ന് യുഗപത് ഒരേ സമയത്ത് വിയതി ആകാശത്തിലെ അധ അപ്പോൾ വേഗതഃ ആഗതാഹ അതിവേഗത്തിൽ അവിടെ വന്ന് നിരന്നു. ഭഗവാനെ യമുനാ തീരത്തിൽ ഭംഗിയായി നടക്കുന്ന അങ്ങയുടെ ആ രാസക്രീഡയിൽ ശൃംഗാരം മുതലായ രസങ്ങളെക്കുറിച്ച് ആ രസങ്ങളുടെ അസാധാരണമായ ഭംഗിയെക്കുറിച്ച് വളരെ ദൂരെ വെച്ച് തന്നെ നാരദ മഹർഷി വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ അത് കാണാനായിട്ട് എന്തെന്നില്ലാത്ത കൗതുകം തോന്നിയ ദേവന്മാരെ വേഷഭൂഷാദികളിലും അതുപോലെ തന്നെ ശൃംഗാര ചേഷ്ടകൾ കാണിക്കുന്നതിലുമൊക്കെ വിദഗ്ധകളായ അനേകം സുന്ദരികളോട് കൂടിയിട്ട് എല്ലാവരും ഒരേ സമയത്ത് ഒരുമിച്ച് ആകാശത്തിൽ അങ്ങനെ നിരന്നു നിന്നു. അടുത്തത് 4ാമത്തെ ശ്ലോകം. വേണുനാദ കൃതതാനദാന കളഗാന രാഗഗതി യോജനാം ലോഭനീയ മൃദുപാദപാദകൃത താളമേളന മനോഹരം പാണിസംഗണിത കങ്കണം ച മുഹുരം സലംബിത കരാംബുജം ശ്രോണിബിംബചലദംബരം ഭജതരാസകേളിരസഡംബരം. പദം മുറിച്ച് പറയാം. വേണുനാദ കൃത താനദാന കളഗാന രാഗഗതി യോജന ലോഭനീയ മൃദു പാദപാദകൃത താളമേളന മനോഹരം പാണി സംഗണിത കങ്കണം ച മുഹുഹു അംസലംബിത കരാംബുജം ശ്രോണിബിംബചലത് അംബരം ഭജത രാസകേളിരസ ഡംബരം. വേണുനാദകൃത ഓടക്കുഴല് ഊതിക്കൊണ്ട് താനദാന ശ്രുതി പിടിച്ചു കൊടുക്കുന്ന കളഗാന മധുരഗാനത്തിൻ്റെ രാഗഗതി ആ ഈണത്തിനോടൊപ്പം യോജന ഈണത്തിനോടൊപ്പം ചേർന്ന് ലോഭനീയ എന്ന് പറയുമ്പോൾ പ്രശംസനീയമായ സ്പൃഹണീയമായ മൃദു
പാദ മൃദുവായ പതുക്കെ പാദ കൃത ചുവട് വെച്ച് നിൽക്കുന്ന താളമേളന മനോഹരം, താളങ്ങൾക്ക് ചേർന്ന് മനോഹരമായതും. അതുപോലെ പാണി സങ്വണിത കങ്കണം, കൈവളകൾ അങ്ങനെ കിലുങ്ങിക്കൊണ്ടിരിക്കുന്നതും. മുഹുഹു അംസലംബിത കരാംബുജം, അടുത്തുള്ളവരുടെ തോളത്ത് ഇടയ്ക്കിടെ മുഹുഹു വീണ്ടും ഇടയ്ക്കിടെ കരാംബുജം അംസലംബിത കരാംബുജം, തോളിനെ അവലംബിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ തോളിനെ അവലംബിച്ച എന്നല്ല, ലംബിതമായിട്ട് തോളത്ത് ഇടയ്ക്കിടെ ആ കൈത്തണ്ട അങ്ങനെ വെച്ചിട്ട്, ആ തോളിൽ കൈത്തണ്ട ചേർത്ത് വെച്ചിട്ട് എന്ന് പറയുമ്പോൾ തോളത്ത് ഇടയ്ക്കിടെ ആ കൈത്തണ്ട വെച്ചുകൊണ്ടും. അതുപോലെ ശ്രോണി ബിംബ ചലത് അമ്പരം ച, അരക്കെട്ടിൽ നിന്ന് ഉടയാട കിഴിയുന്നതുമായ രാസകേളി രസഡംബരം, രാസക്രീഡാരസത്തിൻ്റെ ആ തിമർക്കല് ഭജത, നിങ്ങൾ ഭജിക്കുവിൻ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപത്തെ ഭക്തന്മാരെ നിങ്ങളും ധ്യാനിക്കുവിൻ എന്ന് ഇവിടെ മേൽപ്പത്തൂർ പറയാണ്. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഓടക്കുഴൽ ഊതിക്കൊണ്ട് ശ്രുതി പിടിച്ച് കൊടുക്കുന്ന മധുരഗാനത്തിൻ്റെ ഈണത്തിനനുസരിച്ച് മനോഹരമായി താളമേള ലയത്തോടുകൂടി പതുക്കെ ചുവട് വെച്ച് നിൽക്കുന്ന, അതുപോലെ തന്നെ കൈകൾ പരസ്പരം തട്ടിയിട്ട് കൈവളകൾ കിലുങ്ങിക്കൊണ്ട് മുഹുഹു അംസ ലംബിത കരാംബുജം, അടുത്തുള്ളവരുടെ തോളത്ത് ഇടയ്ക്കിടെ കൈവച്ചുകൊണ്ടും അരക്കെട്ടിൽ നിന്ന് ഉടയാട കിഴിയുന്നതുമായ ആ രാസകേളി രസഡംബരം, രാസക്രീഡയുടെ ആ രസത്തിലങ്ങനെ തിമർത്ത് ആടുകയാണ്. ഇനി 5ാമത്തെ ശ്ലോകം. സ്പർദ്ധയാ വിരജിതാനുർഗാനകൃതതാര മധുരസ്വരേ നർത്തനേ ധലളിതാംഗഹാരലുളിതാംഗഹാരമണിഭൂഷണേ സമ്മദേന കൃതപുഷ്പവർഷമലമുന്മിഷത് ദിവിശദാം കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസ വധൂകുലം. പദമുറിച്ച് പറയാം. സ്പർദ്ധയാ വിരചിത അനുഗാനകൃത താര മധുരസ്വരേ നർത്തനേ അഥ ലളിത അംഗഹാര മണിഭൂഷണേ സമ്മദേന കൃതപുഷ്പവർഷം അലം ഉന്മിഷത് ദിവിഷദാം കുലം ചിന്മയേ ത്വയി നിലീയമാനം ഇവ സമ്മുമോഹ സ വധൂകുലം. അഥ അതിനുശേഷം അപ്പോൾ സ്പർദ്ധയാ മത്സരബുദ്ധിയോടെ സ്പർദ്ധയ വിരചിത അനുരാഗ, വിരചിത എന്ന് പറയുമ്പോൾ രചിക്കുക, സ്വയം രചിച്ച ഗാനങ്ങൾ അനുഗാനം ചെയ്തുകൊണ്ട്, അതുപോലെ താര മധുരസ്വരെ അധികം ഉയർത്തിയ ആ മധുരസ്വരത്തോടുകൂടി എന്ന് പറയുമ്പോൾ അന്യോന്യ സംഘർഷണത്തോടെ ഏറ്റുപാടിയിട്ട് അധികം ഉയർത്തിയ മധുരസ്വരത്തോടു കൂടിയിട്ട്, അപ്പം അങ്ങനെ സ്വയം രചിച്ച ഗാനങ്ങൾ പാടുന്നു, അത് ഏറ്റുപാടുന്നു, അതും ഏറ്റവും ഉച്ചത്തിൽ അങ്ങനെ മധുരസ്വരത്തോടുകൂടി അങ്ങനെ ആലപിക്കുകയാണ്. അപ്പോൾ സ്പർദ്ധയ എന്ന് പറയുമ്പോൾ മത്സരബുദ്ധി എന്ന് പറയുമ്പോൾ എൻ്റെ പാട്ട് നന്നാവണം, എൻ്റെ ശബ്ദം നന്നാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ചത്തിൽ ഒരു മത്സരബുദ്ധിയോടുകൂടി അങ്ങനെ ആലപിക്കുന്നവരും, അതുപോലെ ലളിത അംഗഹാര ലളിത എന്ന് പറയുമ്പോൾ മനോഹരമായ, അംഗഹാര
എന്ന് പറയുമ്പോൾ അംഗവിക്ഷേപങ്ങളാൽ, മനോഹരമായ അംഗവിക്ഷേപങ്ങളാൽ ലുളിത അംഗഹാര. ലുളിത എന്ന് പറയുമ്പോൾ സ്ഥാനം തെറ്റിയത്. അംഗഹാര എന്ന് വെച്ചാൽ ആ ആഭരണങ്ങൾ, മുത്തുമാലകൾ മുതലായ ആഭരണങ്ങൾ. അപ്പോൾ മനോഹരമായ അംഗവിക്ഷേപങ്ങൾ കൊണ്ട് അതത് സ്ഥാനങ്ങളിലുള്ള മുത്തുമാലകളും മറ്റ് രത്നാലങ്കാരങ്ങളും സ്ഥാനം തെറ്റിപ്പോയിട്ടുള്ളതുമായ നർത്തനെ. മണിഭൂഷണെ എന്ന് പറയുമ്പോൾ രത്നാലങ്കാരങ്ങളും സ്ഥാനം തെറ്റിപ്പോയിട്ടുള്ളതുമായ നർത്തനെ. നൃത്തവിശേഷത്തിലെ ആ രാസക്രീഡാ നൃത്തത്തിലെ സമ്മതേന സന്തോഷം കൊണ്ട് കൃതപുഷ്പവർഷം പൂക്കൾ വാരിച്ചൊരിഞ്ഞ് അലം ഉന്മിഷത് മിഴികൾ മിഴിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കാതെ നിൽക്കുന്ന വധൂകുലം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദിവിഷതാം കുലം ദേവവർഗം, ആ സകല ദേവവർഗവും ചിന്മയേ ത്വയി ജ്ഞാനസ്വരൂപനായ അങ്ങയിൽ നിലീയമാനം ഇവ നിശേഷം ലയിച്ചതുപോലെ സമ്മുമോഹ അത്യന്തം മോഹവിവശരായി തീർന്നു. ആ രാസക്രീഡാരസത്തിൽ അങ്ങനെ ആടിത്തിമർത്തുകൊണ്ട് ഗോപികമാരെ സ്വയം രചിച്ച ഗാനങ്ങൾ ആസ്വദിച്ച് മത്സരബുദ്ധിയോടെ പാടുകയാണ്. അതിനേക്കാൾ ഉച്ചത്തിൽ വേറെ ചിലരെ അതിനെ അനുഗാനം ചെയ്തുകൊണ്ട് ഏറ്റുപാടിക്കൊണ്ട് ആ സ്വരമാധുര്യത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരുകയാണ്. അതുപോലെ തന്നെ ആ രാസക്രീഡാ നൃത്തത്തിൻ്റെ അതിമനോഹരമായ അംഗവിക്ഷേപങ്ങളാൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമാലകളും രത്നാഭരണങ്ങളും ഒക്കെ സ്ഥാനം മാറി പോകുന്നുണ്ട്. ആ നൃത്തവിശേഷം കണ്ട് സന്തോഷിച്ച ദേവന്മാര് ആകാശത്ത് നിന്ന് പൂക്കൾ അങ്ങനെ വാരി ചൊരിയാണ്. ആ ദേവസ്ത്രീകൾ ഉൾപ്പെടെ സകല ദേവസമൂഹവും കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ആ ദേവീദേവന്മാര് ഗുരുവായൂരപ്പ ജ്ഞാനസ്വരൂപനായ അങ്ങയില് നിശേഷം ലയിച്ചതുപോലെ അത്യന്തം മോഹപരവശരായിട്ട് അങ്ങനെ തന്നെ നിന്നു. ഇനി 6ാമത്തെ ശ്ലോകം. സ്വിന്ന തനുവല്ലരീ തദനു കാബിനാമ പശുപാങ്കനാം കാന്തമം സമവലംബദേ സ്മ തവ താന്തിഭാരമുകുളേക്ഷണാം കാജിദാചലിതകുന്തള നവപടീരസാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബഭുജമഞ്ജിതോരു പുളകാങ്കുരാം. പദമുറിച്ച് പറയാം. സ്വിന്നസന്ന തനുവല്ലരി തദനു കാബി നാമ പശുപാങ്കന കാന്തം അംസം അവലംബദേ സ്മ തവ താന്തിഭാരമുകുളേക്ഷണ കാജിദ് ആചലിതകുന്തള നവപടീര സാരഘന സൗരഭം വഞ്ചനേന തവ സംചുചുംബ ഭുജം അഞ്ജിതഃ ഉരുപുളക അങ്കുര. സഞ്ജുചുംബ ഭുജമഞ്ജിതോരു പുളകാങ്കുര. കാബി നാമ പശുപാങ്കന എന്ന് പറയുമ്പോൾ ഏതോ ഒരു പേരിലുള്ള ഒരു പേരെന്താണെന്നറിയില്ല, ഏതോ ഒരു പേര്, അങ്ങനെയുള്ള ഒരു ഗോപസ്ത്രീ പിന്നെ തൻ്റെ തതനു പിന്നീട് സ്വിന്നസന്ന തനുവല്ലരി വിയർപ്പുകൊണ്ട് സന്നമായ എന്ന് പറയുമ്പോൾ വിയർത്ത് കുളിച്ച ആ ശരീരം തളർന്ന് താന്തിഭാരമുകുളേക്ഷണ ആ തളർച്ചയുടെ ഭാരം കൊണ്ട് മുകുള ഈക്ഷണ
പാതിയടഞ്ഞ കണ്ണുകളോടു കൂടിയിട്ട് തവ അങ്ങയുടെ കാന്തം അംസം അതിസുന്ദരമായ ആ തോളില് അവലംബതേ സ്മ, അംസം അവലംബതേ എന്ന് പറയുമ്പോൾ ആ തോളിനെ അവലംബിച്ചുകൊണ്ട് ആ തോളത്ത് തല വെച്ചിട്ട് കാജിത് അങ്ങനെ ആ തോളിൽ തല ചാച്ചു. അതുപോലെ കാജിത് വേറൊരു ഗോപസ്ത്രീ ആചലിത കുന്തള വാർമുടിക്കെട്ടഴിഞ്ഞിട്ടും, അതുപോലെ അഞ്ചിത ഉരു പുളക അങ്കുര മേലാകെ കോരിത്തരിച്ചുകൊണ്ടും, നവപടീര സാര ഘന സൗരഭം, നവപടി എന്ന് പറയുമ്പോൾ പടീരം എന്ന് പറഞ്ഞാൽ ചന്ദനം, നവപടീരം എന്ന് പറഞ്ഞാൽ പുതുചന്ദനം. അപ്പോൾ അതുപോലെ സാര അതിൻ്റെ ചാറ്, ഘന എന്ന് പറയുമ്പോൾ എന്താ പറയുക, കനത്ത, അതിൻ്റെ കനത്ത പുതുമ അപ്പോൾ എന്ന് പറയുമ്പോൾ ചന്ദനച്ചാറിൻ്റെ കനത്ത ആ മണത്തിൻ്റെ പുതുമ പോകാത്ത അങ്ങയുടെ കൈത്തണ്ടയെ, തവ ഭുജം അങ്ങയുടെ കൈത്തണ്ടയെ വഞ്ചനേന ചുംബിച്ചു. വഞ്ചനേന എന്ന് പറയുമ്പോൾ വ്യാജേന എന്ന് പറയുമ്പോൾ തല ചായ്ക്കുക എന്ന വ്യാജേന എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് ഭഗവാനെ ഒന്ന് ചുംബിച്ചു. അപ്പോൾ ഇവിടെ ഏതോ പേരിലുള്ള ഒരു ഗോപസ്ത്രീ, കാബി നാമ ഏതോ ഒരു പേരിലുള്ള ഗോപസ്ത്രീ തൻ്റെ വള്ളി പോലെയുള്ള ശരീരം വിയർത്ത് തളർന്ന് ആ തളർച്ചയുടെ ആധിക്യം കൊണ്ട് മിഴികൾ കൂമ്പി എന്ന് പറയുമ്പോൾ പാതിയടഞ്ഞ മിഴികളോട് കൂടിയിട്ട് അങ്ങയുടെ സുന്ദരമായ തോളിൽ തല ചായ്ച്ചു. ആ സമയത്ത് വേറൊരു ഗോപിക മുടിക്കെട്ടഴിഞ്ഞ് മേലാകെ കോരിത്തരിച്ച് ചന്ദനത്തിൻ്റെ പുതുമണം പോകാത്ത അവിടുത്തെ കൈത്തണ്ടയിൽ തല ചായ്ക്കാൻ എന്ന ഭാവത്തിൽ, കൈത്തണ്ടയിൽ തല ചായ്ക്കാൻ എന്ന ഭാവത്തിൽ പ്രത്യക്ഷമായിട്ടല്ലാതെ പരോക്ഷമായിട്ട് ചുംബിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. കാഭിഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡം ആകുലിതകുണ്ടലം പുണ്യപൂരനിധിരന്വവാപ തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദധുരംഗന കിമു ന സമ്മദോന്മദ ദശാന്തരം. പദമുറിച്ച് പറയാം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡം ആകുലിത കുണ്ടലം പുണ്യപൂരനിധിഃ അന്വവാപ തവ പൂഗചർവിത രസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാം അവാപ്യ ദദുഃ അംഗനാഃ കിമു ന സമ്മദ ഉന്മദ ദശാന്തരം. പുണ്യപൂരനിധിഃ കാപി, സുഹൃതത്തിൻ്റെ ആ പ്രവാഹത്തിന് ഇരിപ്പിടമായ എന്ന് പറയുമ്പോൾ പുണ്യം ചെയ്ത പൂർവജന്മകൃത പുണ്യം അതിൻ്റെ ഇരിപ്പിടമായ ഒരു ഗോപിക ആകുലിത കുണ്ടലം, കർണാഭരണങ്ങൾ അങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നിജഗണ്ഡം ഗണ്ഡഭുവി സന്നിധായ അങ്ങനെ ആ കർണാഭരണങ്ങൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് തൻ്റെ കവിൾത്തടം, നിജഗണ്ഡം തൻ്റെ കവിൾത്തടം ഗണ്ഡഭുവി സന്നിധായ ഭഗവാന്റെ കവിൾത്തടത്തിൽ അങ്ങനെ ചേർത്തമർത്തി വെച്ചിട്ട് തവ ഭഗവാനെ അങ്ങയുടെ പൂഗചർവിത രസാമൃതം അമൃതം പോലെ ആസ്വാദ്യമായ പൂഗചർവിത രസം എന്ന് പറയുമ്പോൾ ആ ചവച്ച താമ്പൂല രസത്തെ വായിക്കൊണ്ട് അന്വവാപ അനുഭവിച്ചു. അങ്കനാഹ ഇങ്ങനെ സ്ത്രീകൾ പലതരത്തിൽ ഇന്ദിരാവിഹൃതി മന്ദിരം ശ്രീ ഭഗവതിയുടെ
ഭുവനത്തിന് ആസ്പദവും അതുപോലെ തന്നെ ഭുവനസുന്ദരം ഹി ലോകൈക സുന്ദരൻ തന്നെയായ ത്വാം അങ്ങയെ അവാപ്യ പ്രാപിച്ചിട്ട് നടനാന്തരെ കിമു സമ്മതോന്മത ദശാന്തരം ന ദധു ഈ ആ നർത്തനത്തിനിടയ്ക്ക് ആ രാസകേളി നൃത്തത്തിനിടയ്ക്ക് എന്തെന്ത് സന്തോഷ സമ്മോഹ സ്വരൂപമായ സമവസ്ഥാവിശേഷത്തെ അവർ നേടിയില്ല എന്ന് പറയുമ്പോൾ പൂർവജന്മകൃത പുണ്യങ്ങളുടെ പ്രവാഹത്തോടു കൂടിയ ഒരു ഗോപിക കർണാഭരണങ്ങൾ വന്ന് ആ കവിളിൽ അങ്ങനെ തട്ടുന്ന കർണാഭരണങ്ങൾ അങ്ങനെ ആ കവിളിൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുന്ന ആ കവിൾ തടം മൽപ്പത്തൂർ പറയാണ് ഗുരുവായൂരപ്പ ആ കവിൾത്തടം അങ്ങയുടെ കവിൾത്തടത്തിൽ ചേർത്ത് വെച്ച് അങ്ങയുടെ അമൃത് പോലെ ആസ്വാദ്യമായ ആ താമ്പൂല രസത്തെ വായിക്കൊണ്ട് അനുഭവിച്ചു. ഇങ്ങനെ ആ ഗോപസ്ത്രീകൾ ലക്ഷ്മി ഭഗവതിക്ക് കൂസലില്ലാതെ വിളയാടാനുള്ള സ്ഥാനവും അതുപോലെ ഭുവനസുന്ദരനുമായ അങ്ങയെ പ്രാപിച്ചിട്ട് ഈ രാസക്രീഡാരസത്തിൻ്റെ തിമർക്കലിന് എന്തെന്ത് അവസ്ഥാവിശേഷങ്ങളാണ്, ആ തിമർക്കലിൽ എന്തെന്ത് അവസ്ഥാവിശേഷങ്ങളാണ് ഗോപികമാർ നേടാത്തത് എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ചതൊക്കെ അവർ സാധിച്ചെടുത്തു, ഇനിയൊന്നും നേടാനില്ല എന്ന് അർത്ഥം. ഇനി 8ാമത്തെ ശ്ലോകം. ഗാനമീശ വിരദം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുലാസദസി കേവലം നധൃതുരംഗനാം നാവിദന്നഭി ച നീവികാം കിമഭി കുന്തളീമഭി ച കഞ്ജുളീം ജ്യോതിഷാമഭി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. പദം മുറിച്ച് പറയാം. ഗാനം ഈശ, ഗാനമീശ വിരദം ക്രമേണ കില വാദ്യമേളനം ഉപാരതം ബ്രഹ്മസമ്മത രസ ആകുലാഹ സദസി കേവലം നനൃദുഹു അങ്കനാഹ ന അവിദൻ അഭി നാവിദൻ അഭി ച നീവികാം കിമഭി കുന്തളീം അഭി ച കഞ്ജുളീം ജ്യോതിഷാം അഭി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ഈശ, ഗുരുവായൂരപ്പ, ക്രമേണ ക്രമത്തിൽ പതുക്കെ പതുക്കെ ഗാനം വിരതം പാട്ട് നിൽക്കുകയും വാദ്യമേളനം ഉപാരതം കില വാദ്യമേളങ്ങളൊക്കെ നിലയ്ക്കുകയും ചെയ്തുവല്ലോ. ഉപാരതം കില നിലയ്ക്കുകയും ചെയ്തുവല്ലോ. കേവലം എന്നിട്ട് അങ്കനാഹ പാട്ടും കൊട്ടുമൊന്നുമില്ലാതെ അങ്കനാഹ ഗോപികമാർ ബ്രഹ്മസമ്മതരസ ആകുലാഹ ബ്രഹ്മാനന്ദരസം അനുഭവിച്ച് പരവശരായിട്ട് ആകുലരായിട്ട് സദസ്സി നനൃദുഹു ആ സദസ്സിലങ്ങനെ നൃത്തം വെച്ചു. അഭിജ അതുമാത്രമല്ല നീവികാം ഉടയാട കിഴിഞ്ഞതോ അതുപോലെ വാർമുടിക്കെട്ട് അഴിഞ്ഞതോ കഞ്ജുളീം അഭിച്ച ആ കഞ്ജുളീകത്തിൻ്റെ കെട്ടഴിഞ്ഞതോ ഒന്നും തന്നെ കിമഭി ഒന്നും തന്നെ ന അവിതൻ അവർ അറിയുകയുണ്ടായില്ല. ജ്യോതിഷാം കദംബകം ആ സകല ജ്യോതിർഗോളങ്ങളും ജ്യോതിഷാം കദംബകം അഭി സകല ജ്യോതിർഗോളങ്ങളും ദിവി ആകാശത്തിൽ വിളംബിതം ആകാശത്തിൽ അങ്ങനെ നിശ്ചലമായി നിന്നു. അപരം കിംബ്രുവേ ഇനി എന്തു പറയാനാണ്? അപ്പം ഇവിടെ തളമേളങ്ങളിൽ ലയിച്ച് ആനന്ദനൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ക്രമത്തിൽ ആ വാദ്യ മേളങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ പാട്ടും പതുക്കെ പതുക്കെ നിന്നു. ഇതൊന്നും അറിയാതെ താളമേളങ്ങൾ ഒന്നുമില്ലാതെ ആ പാട്ടിൻ്റെ അകമ്പടിയില്ലാതെ അവരങ്ങനെ ആസ്വദിച്ച് ആ ബ്രഹ്മാനന്ദ രസം അനുഭവിച്ച് പരവശരായിട്ട് അവരങ്ങനെ നൃത്തം ചെയ്യാണ്. ഉടയാടകൾ ഉതിർന്നു വീണതോ അതല്ലെങ്കിൽ വാർമുടിക്കെട്ട്
കെട്ടഴിഞ്ഞുലഞ്ഞതോ കഞ്ചുളികത്തിൻ്റെ കെട്ടഴിഞ്ഞതോ ഇതൊന്നും തന്നെ ആ ഗോപികമാർ അറിഞ്ഞതേയില്ല. ആകെ ഒരു നിശ്ചലത. എന്തിനേറെ സകല ജ്യോതിർഗോളങ്ങളും ആകാശത്തിൽ അങ്ങനെ നിശ്ചലമായി നിന്നു. അപരം കിംബ്രുവേ, ഇതിലപ്പുറം ഗുരുവായൂരപ്പ എന്ത് പറയാനാണ്? ഇനി 9ാമത്തെ ശ്ലോകം. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംഹൃദിത നിർമ്മലാംഗ നവ കർമ്മലേശ സുഭഗാത്മനാം മന്മഥാസഹനചേതസാം പശുഭയോഷിതാം സുഹൃതചോദിത താവദാഗലിതമൂർത്തിരാദധിത മാരവീര പരമോത്സവാൻ. പദമുറിച്ച് പറയാം. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതഃ വിഭോ കേളി സംഹൃദിത നിർമ്മല അംഗ നവ കർമ്മ ലേശ സുഭഗ ആത്മനാം മന്മഥാ സഹന ചേതസാം പശുപയോഷിതാം സുഹൃദചോദിതഃ താവത് ആഗലിത മൂർത്തിഃ ആദധിത മാരവീര പരമോത്സവാൻ. തതഃ വിഭോ, അനന്തരം ഭഗവാന് ഭുവനം മോദസീംനി വിലാപ്യ, ലോകത്തെയാകെ പരമാഹ്ലാദത്തിൽ ലയിപ്പിച്ച് വിഹൃതിം സമാപ്യാച്ച, ആ ക്രീഡ രാസക്രീഡ അവസാനിപ്പിക്കുകയും ചെയ്തിട്ട് കേളി സംവൃതിത, ആ രാസക്രീഡയിലെ വല്ലാത്ത മർദ്ദനം കൊണ്ട് നിർമ്മല അംഗ, പരിശുദ്ധമായ അവയവങ്ങൾ കർമ്മലേശ സുഭഗാത്മനാം, ആ അവയവങ്ങളിൽ അല്പാൽപ്പം വിയർപ്പ് പൊടിഞ്ഞ് ആ വിയർപ്പ് തുള്ളികളാൽ സൗന്ദര്യം സാമാന്യത്തിലധികം വർദ്ധിച്ച്, അതുപോലെ മന്മഥാസഹനചേതസാം, കാമവികാരം താങ്ങാനാവാത്ത മനസ്സോടുകൂടിയവരുമായ പശുപയോഷിതാം, ഗോപാംഗനമാരുടെ സുഹൃദചോദിത, സുഹൃതം പ്രേരിപ്പിച്ചിട്ട് താവത് ആഗലിതമൂർത്തി, എത്ര ഗോപികമാരുണ്ടോ അത്രയും സ്വരൂപം കൈക്കൊണ്ടിട്ട് മാരവീര പരമോത്സവാൻ, പല പല കാമക്രീഡാ മഹോത്സവങ്ങളും ആദധിത, വേണ്ടുവോളം നിർവഹിച്ചു. അപ്പം ഇവിടെ അങ്ങനെ ലോകത്തെ മുഴുവൻ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് രാസക്രീഡ അവസാനിച്ചപ്പോൾ ഭഗവാനുമായുള്ള അംഗസംഗം കൊണ്ട് അതിനിർവൃതിയിലാണ്ടുപോയ ആ ഗോപികമാർ രാസക്രീഡയ്ക്ക് ശേഷം തളർന്ന് കേളി സംവൃതിത നിർമ്മലാംഗ നവകർമ്മലേശ സുഭഗാത്മനാം, രാസക്രീഡയിലെ വല്ലാത്ത മർദ്ദനം കൊണ്ട് പരിശുദ്ധമായ അവയവങ്ങളിൽ അല്പാൽപ്പം വിയർപ്പ് പൊടിഞ്ഞ് ആ വിയർപ്പ് തുള്ളികളാൽ സൗന്ദര്യം സാമാന്യത്തിലധികം വർദ്ധിച്ച കാമവികാരം താങ്ങാനാവാത്ത മനസ്സോടുകൂടിയവരായ ആ ഗോപികമാരുടെ സുഹൃദചോദിത, സുഹൃതം പ്രേരിപ്പിക്കയാൽ എന്ന് പറയുമ്പോൾ പൂർവജന്മകൃത പുണ്യം കൊണ്ട് താവത് ആഗലിതമൂർത്തി, എത്ര ഗോപികമാരുണ്ടോ അത്രയും സ്വരൂപം കൈക്കൊണ്ടിട്ട്. ഇവിടെ ഭഗവാൻ ഗോപികമാരെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ എത്ര പേരുണ്ടോ അത്രയും ശരീരം സ്വീകരിക്കുകയാണ്. രാസലീലയുടെ സമയത്ത് ഭഗവാൻ ഈ 2 ഗോപികമാർക്ക് ഓരോ കൃഷ്ണൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ രാസക്രീഡയ്ക്ക് ശേഷം ഇപ്പോൾ ഗോപികമാരെ ഓരോരുത്തരെയും രമിപ്പിക്കാനായിട്ട് വീണ്ടും ബഹുരൂപത്തെ സ്വീകരിക്കുകയാണ്. എത്ര ഗോപികമാരുണ്ടോ അത്രയും സ്വരൂപത്തെ പ്രാപിച്ചു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ മാരവീര പരമോത്സവാൻ ആദധിത, കാർത്യായനി വ്രതത്തിൻ്റെ ആ സമയത്ത് കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ എന്ന ആ ഗോപികമാരുടെ ആ പ്രാർത്ഥന ഭഗവാൻ ഇവിടെ സഫലമാക്കി കൊടുത്തു. ഇനി 10ാമത്തെ ശ്ലോകം.
കേളിഭേദപരിലോളിതാഭിരതിലാളിതാഭി അബലാളിഭി സ്വൈരമീശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം വ്യഥാം കാനനെ വിച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂനസൗരഭമയേ വിലേസിത വിലാസിനീശത വിമോഹനം. പദം മുറിച്ച് പറയാം. കേളിഭേദ പരിലോളിതാഭിഹി അതിലാളിതാഭിഹി അബലാളിഭിഹി സ്വൈരം ഈശ നനു സൂരജാപയസി ചാരു നാമ വിഹൃതിം വ്യഥാഃ കാനനെ അഭി ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനി ശത വിമോഹനം. കേളിഭേദ പരിലോളിതാഭിഹി പല പല ക്രീഡാവിശേഷങ്ങളാലും ആകുലരാക്കി തീർക്കപ്പെട്ടവരും അതിലാളിതാഭിഹി അങ്ങനെ ഏറ്റവും ഓമനിക്കപ്പെട്ടവരുമായ അബലാളിഭിഹി എല്ലാ ഗോപികമാരുമായിട്ട് നനു ഈശ ഗുരുവായൂരപ്പ സ്വൈരം അവിടുന്ന് സ്വൈരമായിട്ട് സൂരജാപയസി ആ യമുനാ ജലത്തിൽ ചാരു നാമ തികഞ്ഞ ഭംഗിയിൽ മനോഹരമായിട്ട് വിഹൃതിം വ്യഥാഹ ക്രീഡിച്ചു. അഭിച്ച എന്ന് മാത്രമല്ല വിസാരി ശീതള കിശോര മാരുത കുളിർത്ത മന്ദമാരുതൻ വീശിയിട്ട് മനോഹരെ മനം കവരുന്നതും സൂന സൗരഭമയെ പുതുമണത്തിൻ്റെ അലതല്ലുന്നതുമായ കാനനെ ആ കാട്ടുപ്രദേശത്ത് അപ്പോൾ ആ കുളിർത്ത മന്ദമാരുതനാൽ ആ വീശിയിട്ട് മനം കവരുന്നതും അതുപോലെ പുഷ്പങ്ങളുടെ അലതല്ലുന്നതുമായ ആ കാട്ടുപ്രദേശത്ത് വിലാസിനി ശതവിമോഹനം വിലാസിനിമാരെയെല്ലാം ഗോപികമാരെയെല്ലാം നന്നെ മോഹിപ്പിച്ചുകൊണ്ട് വിലേസിത അവിടുന്ന് അങ്ങ് ചുറ്റി നടക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ പല പല ക്രീഡാവിശേഷങ്ങളാൽ ആകുലരാക്കപ്പെട്ടവരും അതുപോലെ ഏറ്റവും അധികം പരിലാളിക്കപ്പെട്ടവരുമായ എല്ലാ ഗോപികമാരോടും കൂടിയിട്ട് ഗുരുവായൂരപ്പ അവിടുന്ന് യമുനാജലത്തിലെ സ്വൈരമായിട്ട് ഭംഗിയായിട്ട് ക്രീഡിച്ചു. മാത്രമല്ല മന്ദമാരുതൻ്റെ നേർത്ത ആ തലോടൽ കൊണ്ട് ഇളം തണുപ്പുള്ളതും പലതരത്തിലുള്ള പുഷ്പങ്ങളുടെ സുഗന്ധം അലതല്ലുന്നതുമായ ആ കാട്ടുപ്രദേശത്ത് കൂടെയുള്ള ഗോപികമാരെയെല്ലാം മതിമറന്ന മോഹാവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഗുരുവായൂരപ്പ അവിടുന്ന് അവിടെയെല്ലാം ആ കാനനത്തിലെല്ലാം അങ്ങനെ ചുറ്റി നടന്നു. ഇനി 11ാമത്തെ ശ്ലോകം. കാമിനീരിദിഹിയാമിനീഷു ഖലു കാമനീയഗനിധേ ഭവാൻ പൂർണ്ണസമ്മദരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനബീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. പദമുറിച്ച് പറയാം. കാമിനി ഇതി ഹി യാമിനീഷു ഖലു കാമനീയഗനിധേ ഭവാൻ പൂർണ്ണസമ്മത രസ അർണവം കമപി യോഗിഗമ്യം അനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാൻ അഭി ഇഹ
പശുപ അംഗനാസു ബഹുമാനയൻ ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. കാമനീയകനിധേ, കാമിക്കത്തക്ക അവസ്ഥയ്ക്ക് ഇരിപ്പിടമായ ഭവാൻ, അവിടുന്ന് യാമിനീഷു ഖലു, ഈ വിധത്തിൽ തന്നെ, ഇതിഹി, ഇപ്രകാരം, യാമിനീഷു ഖലു, പല രാത്രികളിലും, യോഗിഗമ്യം കമപി, പരമഹംസന്മാരായ യോഗികൾക്ക് മാത്രം എത്താവുന്നതും, അതുപോലെ പൂർണ്ണസമ്മത രസ അർണവം, അനിർവാച്യമായ തികഞ്ഞ സന്തോഷാനുഭവം, കാമിനീഹി അനുഭാവയാൻ, സന്തോഷാനുഭവത്തിൻ്റെ സമുദ്രം, കാമിനീഹി അനുഭാവയാൻ, കാമിനിമാരായ ഗോപികമാർക്ക് അനുഭവപ്പെടുത്തി കൊടുത്തിട്ട്, ഇഹ പശുപാങ്കനാസു, ഇവിടെ ഇക്കാര്യത്തിൽ വെറും ഈ ഗോപികമാരുടെ നേരെ ബ്രഹ്മശങ്കരമുഖാൻ അഭി, ബ്രഹ്മാവ് പരമശിവൻ മുതലായവർക്കുകൂടി ബഹുമാനയൻ, ബഹുമാനം ഉളവാക്കുകയും ചെയ്തു. ഭക്തലോക ഗമനീയ രൂപ, ഭക്തജനങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന രൂപത്തോടുകൂടിയ ഭഗവാനെ, കമനീയ, അത്യന്ത സുന്ദര കൃഷ്ണ, മാം പരിപാഹി, എന്നെ തികച്ചും സംരക്ഷിക്കണേ, എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കണേ. അപ്പോൾ ഇവിടെ ഇതുപോലെ പല രാത്രികളിലും യോഗിഗമ്യം കമപി പൂർണ്ണസമ്മത രസ അർണവം, യോഗികൾക്ക് മാത്രം എത്തിപ്പെടാവുന്ന നിർവചിക്കാനാവാത്ത ആനന്ദാനുഭവത്തിൻ്റെ സാഗരത്തെ തന്നെ ഭഗവാൻ ഗോപികമാർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഗോപികമാർക്ക് നേരെ, ആ ഗോപികമാരോട് ബ്രഹ്മാവ് പരമശിവൻ എന്നിവർക്ക് പോലും ബഹുമാനമുണ്ടായി എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പ്രസാദിച്ചാൽ എല്ലാവരും പ്രസാദിക്കും, ഭഗവാൻ കൈവിട്ടാൽ എല്ലാവരും കൈവിടും. അപ്പോൾ അതുകൊണ്ട് എത്ര ദൂരം പോകുമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത ഈ ജീവിതയാത്രയിൽ ഭഗവത് പ്രീതിക്കായുള്ള പരിശ്രമം അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഭക്തലോക ഗമനീയ രൂപ, ഭക്തജനങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന സ്വരൂപത്തോടുകൂടിയ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന ആ പ്രാർത്ഥനയോടെ മേൽപ്പത്തൂര് 69ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.